നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ വീട്ടിൽ ആരും ഒന്നും ചെയ്യില്ല. അതെ, ഈ ശരത്തിന്റെ വീട് എവിടെയാ? ഇതിലെ അങ്ങോട്ട് പോയാ മതി. അങ്ങോട്ടോ? അല്ല, എന്റെ ദൈവമേ, ആരാ ഇത്? എന്താ ഈ വഴി? നിന്റെ വീട്ടിലേക്ക് തന്നെയാ. നിന്നെ ഒന്ന് കാണാൻ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ഈ വരവ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല. അല്ല, മുഖത്ത് ഭയങ്കര ഗൗരവമാണല്ലോ. അപ്പോ എന്നോട് ഗൗരവമായിട്ടെന്തോ പറയാനുണ്ട് അല്ലേ? എട്ടുകാലിയെ പോലെ ചതിയുടെ വല വിരിക്കാൻ നിനക്കറിയാം. നിന്റെ ഈ പുഞ്ചിരിക്ക് പിന്നില് ഒളിഞ്ഞിരിക്കുന്ന ചതി എനിക്ക് മനസ്സിലാവും. പക്ഷേ എന്റെ വീട്ടിലെ പാവങ്ങൾക്കത് മനസ്സിലാകില്ല എന്ന് കരുതി അവരെ ദ്രോഹിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. ഓ, ഇങ്ങനെയൊന്നും പറയല്ലേ ദേവികേ. പറയാനുള്ളത് പറയാൻ തന്നെയാ ഞാൻ വന്നത്. വാടകയ്ക്ക് താമസിക്കാൻ ആ വീട്ടിലേക്ക് നീ വരരുത്. നീ കാരണം ആ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവരുത്. ഇത് പറയാനാണോ ദേവിക ഇവിടം വരെ വന്നത്? ദേവിക പറയുന്ന അനുസരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യും? ആ കുടുംബത്തെ പൊന്നുപോലെ നോക്കാമെന്ന് സുധി സാറിന് ഞാൻ വാക്കുകൊടുത്തു പോയില്ലേ. ആ വാക്ക് മാറ്റാൻ എനിക്ക് പറ്റൂ? നിങ്ങളുടെ എല്ലാ സംരക്ഷണം ഇനി എന്റെ കയ്യിലല്ലേ. അതിനു വേണ്ടിയല്ലേ ഞാൻ അവിടേക്ക് വരുന്നത് തന്നെ. നിന്റെ മനസ്സിലെടുപ്പൊക്കെ എനിക്കറിയാം. ഈ കാണുന്നതും പറയുന്നതും ഒന്നുമല്ല നിന്റെ ലക്ഷ്യം എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ കുടുംബം തകർക്കാനായി അവിടെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന പിശാചാ നീ. നിത്യയെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാനല്ല, അവളുടെ ജീവിതം നശിപ്പിക്കാനാണ് നീ ശ്രമിക്കുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അതിനൊന്നും നിന്നെ ഞാൻ അനുവദിക്കില്ല. ഇപ്പൊ ഞങ്ങൾ സമാധാനായിട്ട് ആ കുടുംബത്തിൽ ജീവിക്കും. അതില്ലാതാക്കാൻ നീ അവിടേക്ക് വരരുത്. കാര്യങ്ങളൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കാൻ നിനക്ക് നല്ല ബുദ്ധിയുണ്ട്. പക്ഷേ നീ പറയുന്ന പോലല്ല. നിത്യ ഞാൻ പൊന്നുപോലെ നോക്കും. അതുപോലെ നിന്നെയും നോക്കും. സത്യം പറഞ്ഞ നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. അനാവശ്യം പറയുന്നോ? സത്യമാണ് ദേവിക. ഞാൻ ഗൾഫിലുള്ളപ്പോഴാണ് ആദ്യമായി നിന്റെ ഫോട്ടോ എനിക്ക് സുധി സാർ അയച്ചായിരുന്നു. ആദ്യം കണ്ട നിമിഷം തന്നെ എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇത്രയ്ക്ക് വൃത്തികെട്ട മനസ്സുണ്ടായിരുന്നോ നീ എന്നെ ഏട്ടത്തി എന്ന് വിളിച്ചത്? സാർ എനിക്ക് ഏട്ടനെ പോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഏട്ടത്തി എന്ന് വിളിച്ചെന്നേ ഉള്ളൂ. ഇപ്പൊ സുധി സാറില്ല. അതുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ മാത്രം ഏട്ടത്തി എന്നുള്ള വിളി മതി. നീ ഒരു സൈക്കോ ആണെന്ന് എനിക്ക് നേരത്തെ തോന്നിയിട്ടുണ്ട്. മാനസിക നില തെറ്റിയ ഒരു ഭ്രാന്തന്റെ ഭാവം നിന്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നീ പറഞ്ഞതില് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നില്ല. പക്ഷെ നിന്റെ ഭ്രാന്തില് ആ കുടുംബം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരിക്കൽ കൂടി ഞാൻ പറയാം, നീ അവിടേക്ക് വരരുത്. നിനക്ക് വാടകയ്ക്ക് തരാൻ അവിടെ മുറിയൊന്നുമില്ല. എനിക്കത് പറ്റില്ലല്ലോ ദേവികേ. ഞാൻ വരും.
നിന്റെ വീടിന്റെ മുകളിലത്തെ മുറിയിൽ നിനക്ക് തൊട്ടരികിൽ ഞാൻ താമസിക്കും. ദിവസവും രാവിലെ എനിക്ക് നിന്റെ മുഖം കണ്ടുണരാമല്ലോ. പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിന്റെ ഈ വൃത്തികെട്ട മനസ്സുകൊണ്ട് ആ വീടിനകത്തേക്ക് താമസിക്കാൻ വന്ന പിന്നെ നീ അവിടെ നിന്ന് ജീവനോടെ തിരിച്ചു പോയില്ല. നീ എന്നെ വെല്ലുവിളിക്കുകയോ? സമ്മതിച്ചിരിക്കും. ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ വരും. നീ എത്ര വിചാരിച്ചാലും എന്നെ തടയാൻ പറ്റില്ല. നമുക്ക് കാണാം. ദേവിയെ, ഞാൻ ആ വീട്ടിലേക്ക് വരുമ്പോ എന്നെ സ്വീകരിക്കാൻ നീ മുന്നിൽ തന്നെ ഉണ്ടാവണം. നിന്റെ മുഖം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് വേണം എനിക്ക് ആ വീട്ടിലേക്ക് താമസത്തിന് കയറാൻ. വിശന്ന് വലഞ്ഞ സിംഹത്തിന്റെ മടയിൽ മാൻപേട അപേക്ഷയുമായി വന്നിരിക്കുന്നു. ദേവികെ, നീ എന്നെ തടയാൻ ശ്രമിക്കുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ നിന്റെ തന്ത്രങ്ങളെല്ലാം ഞാൻ പൊളിച്ചിരിക്കും. ഇനി മുന്നോട്ട് ഒരു വീട്ടിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കും. തനിക്ക് എന്താ വേണ്ടത്? ഇനി എന്തിനിങ്ങനെ ശല്യപ്പെടുത്തുന്നേ? അക്ഷര, പ്ലീസ് ബഹളം വെക്കരുത്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നോട് പറയാനുണ്ട്. എന്ത് കാര്യം? അതൊക്കെ നേരി കാണുമ്പോ പറയാം. എനിക്ക് തന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എവിടെ വെച്ച് കാണാന്ന് പറയൂ. എനിക്ക് തന്നെ കാണാൻ ഒരു താല്പര്യമില്ല. ഗോ ടു ഹെൽ. അക്ഷര, ഫോൺ വെക്കില്ലേ പ്ലീസ്. ഇനി ഞാൻ പറയുന്ന കൂടി കേക്ക്. ഇപ്പൊ ഞാൻ പറയുന്നത് നീ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് നിന്റെ വീട്ടിലേക്ക് വരേണ്ടി വരും. നിന്റെ ഭർത്താവിനോടെല്ലാം തുറന്നു പറയേണ്ടി വരും. നീ കരുതുന്ന പോലെ ഒന്നുമില്ല. നമ്മൾ തമ്മിൽ കാണുന്നു, ഒരു കാര്യം സംസാരിക്കുന്നു, പിരിയുന്നു. എന്ത് കാര്യം നിനക്ക് സംസാരിക്കാനുള്ളേ? ശ്രുതിമോളുടെ കാര്യമാണ് എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ളത്. നീ എന്തൊന്നും മിണ്ടാത്തെ? അവളുടെ എന്ത് കാര്യം തനിക്ക് പറയാനുള്ള? അതൊക്കെ നമുക്ക് നേരി കാണുമ്പോ പറയാം. കാണാനുള്ള സ്ഥലവും സമയവും ഞാൻ അറിയിക്കാം. വേഗം വാ. പക്ഷെ വെപ്രാളം വേണ്ട. വഴിയെ പോകുന്നവന്റെ നെഞ്ചത്ത് വണ്ടി കയറ്റരുത്. ഓക്കേ? ശ്രുതിമോളെന്ന് കേട്ടപ്പോ പറഞ്ഞിങ്ങി വന്നല്ലോ. താൻ കാര്യം പറ. എന്താ ശ്രുതിമോളുടെ കാര്യത്തിൽ തനിക്ക് പറയാനുള്ളത്? ആങ്സൈറ്റിയോ അതോ ക്യൂരിയോസിറ്റിയോ? ഹൃദയം പടപടാ ഇടിക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാം. നീ കാര്യം പറയ്. പറയാം. അതിനുമുമ്പ് നമുക്കൊരു കോക്ടെയിൽ ആയാലോ? ബോവാൻഡോരല്ലേ നിനക്കിഷ്ടം, അതോ ബ്ലഡി മേരിയോ? നീ വിളിച്ച കാര്യം പറ. എനിക്കിഷ്ടം ബ്ലഡി മേരിയ.
ഓ സോറി ബ്ലഡി സീക്രട്ട്. ഒരു മഹാരഹസ്യം പറയട്ടെ. സത്യത്തിൽ ശ്രുതിമോൾ ആരുടെ മോളാ? എന്റെ മോള്. അതൊക്കെ കുഞ്ഞിന്റെ അപ്പൻ ആരാണെന്നാ ഞാൻ ചോദിച്ചത്.